അപ്പൊ നമ്മളെ ജയ ചേച്ചിയുടെ അടുത്തേക്ക് ഞാൻ വരികയാണ്. ജയ ചേച്ചി, ഏതാണ് നമ്മളെ ജയ ചേച്ചി? തിരക്കാണോ? എന്തൊക്കെയാണ് ചേച്ചി ഇവിടുത്തെ സ്പെഷ്യൽ ഒന്ന് പറഞ്ഞേ. സ്പെഷ്യലി ഞണ്ട് തോരനുണ്ട്, കരിമീൻ ഫ്രൈ ആവണേ ഉള്ളു, ബ്രാലുണ്ട്, പിന്നെ ചെമ്മീൻ റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ്, ക്യാബേജ് അല്ല ക്യാരറ്റും ചെമ്മീനും കൂടി ഊണിന്റെ കൂടെ, ഇത് കാളൻ ഊണിന്റെ കൂടെ ഉള്ളതാണ് അത്, പിന്നെ ചെമ്മീൻ റോസ്റ്റ്. തനി നാടൻ എല്ലാം നാടനാണ്. എല്ലാം ഒരു പാത്രത്തിലാക്കി എല്ലാം ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെക്കണം കേട്ടോ. ബീഫ് ഒലത്തിയതുണ്ട് എന്റെ പൊന്നോ, ബീഫ് ഒലത്തിയത്. ചോറ് വേണ്ട അടപ്പിലാണ് വെക്കണത്, അല്ലാണ്ട് ഗ്യാസിലൊന്നുമല്ല വെക്കണം. പല പല ഹോട്ടലുകളിൽ ഗ്യാസിലാണ് ചോറ് വെക്കുന്നത്, പക്ഷെ അടപ്പിലാണ് ഇത് ചോറ് വെക്കുന്നത്. ചേച്ചി എത്ര മണി വേണ്ടി ചേച്ചി? രാവിലെ ഞങ്ങൾ 5:30 വരും ഇവിടെ. 5:30 വന്നു കഴിഞ്ഞാല് 6 മണി തുടങ്ങി ചായ, പിന്നെ മുട്ട റോസ്റ്റ്, വെള്ളയപ്പം, പുട്ട്, അങ്ങനെ ചില ആൾക്കാർ ഓർഡർ പറയും. അങ്ങനെ അവർക്ക് ഓർഡർ എല്ലാം ശരിയാക്കി കൊടുക്കും. ഇതാണ് ചേച്ചിണ്ടാ തനി നാടൻ രീതിയിലാണ് ചെയ്യുന്നില്ല അല്ലേ ചേച്ചി? ചോറ് വെക്കുന്നത് അടപ്പില്. ചായയുടെ പരിപാടി ഒരു 10-10:30 വരെ. അത് കഴിഞ്ഞ് രാവിലെ എത്ര മണി വരെ ഉണ്ട്? രാവിലെ ഞങ്ങള് ഇവിടെ 2-3 മണി വരെ ഉണ്ടാവും. ഉച്ചക്ക് 3 മണി. പിന്നെ അത്ര ചോദിക്കുന്നുണ്ട് വൈകുന്നേരവും കൂടെ. ഈ സ്ഥലം ഒന്നും കൂടി പറഞ്ഞു കൊടുത്തു ചേച്ചി. ഈ സ്ഥലം ഇത് കുമ്പളം പാലത്തിന്റെ ഇടക്കാരൂര് കുമ്പളം പാലം, കുമ്പളം കേരളയിൽ പാലത്തിന്റെ ഇടയ്ക്ക് സൈഡിലായിട്ട്. അപ്പൊ നമുക്ക് ഇനി ഇത് എല്ലാം ടേസ്റ്റ് ചെയ്യണം. അപ്പൊ ഇനി അത് അടുത്ത പരിപാടി അതാണ്. ഞാൻ ഇതൊക്കെ ചെയ്ത് കണ്ടല്ല, തനി നാടൻ രീതിയിലാണ് ഈ സംഭവങ്ങളൊക്കെ ചേച്ചി ചെയ്തേക്കുന്നത്. സാമ്പാറുണ്ട്, ചെമ്മീനുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അപ്പൊ എല്ലാം വെച്ചിട്ട് ഇത് ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, കഴിക്കണോ? എങ്ങനെയുണ്ട് സൗണ്ടിൽ പറ, കേക്കണം. അടിപൊളി ഫുഡാണ്. അതെ, ഇത് എത്ര നാളായി ചേച്ചിട്ട്? ഇപ്പൊ കുറെ നാളായിരുന്നു, വർഷങ്ങളായല്ലേ? ഈ അടുത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. എത്രയോ ഹോട്ടലിൽ കഴിച്ചാണ് ഇവിടെ വരുന്നത്. നല്ല ഫുഡായിട്ടാണ്. ഒരു പ്രാവശ്യം അല്ല, ഇതൊക്കെ സംഭവം എന്ന് വെച്ചാല് നമ്മൾ ഈ ചെറിയ ഹോട്ടലുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്ന ആൾക്കാരാണ്. കാരണം എന്ന് വെച്ചാൽ വലിയ വലിയ ഹോട്ടലുകളിൽ പോലെയല്ല, ഇത് കണ്ട നല്ല രീതിയിൽ, അതായത് അടപ്പിലിട്ടിട്ടാണ് ചെയ്യുന്നത്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് തന്നെ. അടപ്പിലാണ് ഇവിടെ പാചകങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചോറൊക്കെ ഉണ്ടാക്കുന്നത് അടപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു ടേസ്റ്റ് വേറെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ ചേച്ചിയുടെ കട ഏതായാലും തിരക്കുണ്ട്, എന്നാലും ഇപ്പൊ തുടങ്ങാൻ പോണേ ഉള്ളു. അപ്പൊ അതിന് മുമ്പ് ഒരു വീഡിയോ എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി ചേച്ചിയുടെ അടുത്ത്. ഇനിയിപ്പോ അടുത്ത ടേസ്റ്റ് ഒക്കെ ചെയ്ത് ബാക്കി മറ്റു ഹോട്ടലുകളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ആകെയുള്ള സങ്കടം എന്ന് വെച്ചാൽ 3 മണി വരെ ഉള്ളു ചേച്ചി. അതാണ് ആകെയുള്ള ഒരു സങ്കടം അല്ലേ ചേച്ചി? അപ്പൊ അതാണ് ആകെയുള്ള ഒരു സങ്കടം എന്ന് പറയാ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നീ എവിടെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നത്? അപ്പൊ ഞാൻ ഓട്ടോ ഓടിക്കുന്ന ഒരാളാണ്. ഞാൻ ഓട്ടോ ഓടിച്ച് ഞാൻ കൊച്ചിയിൽ ഇവിടം വരെ വരും ഭക്ഷണം കഴിക്കാനുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് ഈ ചേച്ചിയുടെ. കുമ്പളത്ത് ജയിക്കാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടം മാത്രം എനിക്കുണ്ടായത്. കൊച്ചിയിൽ ഞാൻ ഇവിടം വരെ ഓട്ടോ ഓടിച്ച് വരും, കാര്യം എന്ന് വെച്ചിട്ട് ചേച്ചിയുടെ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പൊ ഏതായാലും ഇനിയിപ്പോ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് ബാക്കി കാണാം. എങ്ങനെയുണ്ട് ചേട്ടാ ഫുഡ്? അടിപൊളിയാ. എത്ര നാളായി ചേട്ടൻ ഇവിടുന്ന് കഴിക്കാൻ തുടങ്ങിയത്? ഞാനിവിടെ എത്ര നാളായി ചേച്ചി? കുറെ നാളായി. ഡേറ്റ് ഒന്നും നോക്കണില്ല. 2 കൊല്ലമായി ഇവിടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് അല്ലെ? തന്നെ നാടൻ രീതിയിൽ അല്ലെ? നാടൻ രീതി ഞങ്ങളുടെ കുമ്പളത്തിന്റെ ഒരു അഭിമാനം എന്ന് പറയാം. കുമ്പളത്ത് ജയിക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം കൊച്ചിയിൽ നിന്ന് ഇവിടം വരെ വന്നോ ചേച്ചിയുടെ ചോറ് കഴിക്കാനായിട്ട്. എനിക്ക് ഒറ്റ പരാതി ഒന്നും അത് മാത്രമേ ഉള്ളൂ, ഈ ചോറിന്റെ ചൂട് സഹിക്കാൻ പറ്റില്ല. കൈ കൊള്ളു. അതെപ്പോഴും പറയാറുണ്ട്. ഞാനോട് കുറച്ച് ലേറ്റ് ആയിട്ട് വരും, കാരണം ചൂടും തണുത്ത് കഴിഞ്ഞാൽ. പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേച്ചി ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. ഏറ്റവും ബെസ്റ്റ് സാധനം ഫുഡ് കൊടുക്കുള്ളൂ. ഫുഡ് വെച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ. ഞാൻ എൻ്റെ വീട് കുമ്പളത്ത് തന്നെയാണ്. എൻ്റെ ഭാര്യ വീട്ടിലുണ്ട്, എന്നാലും ഭാര്യയെ കാണിക്കേണ്ട ഈ ചാൻസ് ഞാൻ ഇവിടുന്ന് സ്ഥിരം കഴിക്കാറുള്ളത്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടുന്നത് നമ്മൾ കഴിക്കുള്ളൂ. നിങ്ങൾ പറ്റാവുന്ന പോലെ അല്ലേ? എന്താ എവിടെ വീട്ടില് ഭക്ഷണം വെച്ചാൽ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ കഴിക്കാൻ ഇതാകുമ്പോൾ നമുക്ക് ഇഷ്ടം. ഒറ്റ കാര്യം പറയാനുള്ളത്, നമുക്ക് പറ്റാവുന്ന പോലെ ഇതുപോലത്തെ കടകളിൽ വന്ന് ഭക്ഷണം കഴിക്കുക അല്ലെ? ഇപ്പൊ കണ്ടില്ലേ കലത്തിൽ വെച്ചാണ് ചോറ് ഉണ്ടാക്കുന്നത്. അതായത് ഇവിടെ വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചെന്താണെന്നറിയോ, നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തിയിലാണ് ചേച്ചി എല്ലാം ചെയ്യുന്നത്. മാത്രമല്ല ചേച്ചിക്ക് ഒരു ഭക്ഷണം കൊടുക്കുന്ന ഒരു ഇഷ്ടംമാരെ കോരിക്കോരി കൊടുക്കും. മറ്റുള്ള ഹോട്ടലൊക്കെ ഒരു പരിമിതിയിലേക്ക് കുറച്ചൊക്കെ ആവശ്യത്തിന്. അതാണ് ഈ ഏറ്റവും വലിയ ഫേവറേറ്റ് സാധനമാണ് ഈ
പച്ചമോരെന്ന് പറയും. ഇതില്ലാണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. പച്ചമുറ കണ്ടിട്ട് കൊതി വന്നിട്ട് വയ്യ. ഞാൻ ചോറെടുക്കട്ടെ കഴിക്കട്ടെ. പിന്നെ ചേട്ടന് 2 വാക്ക് പറ. ഞാൻ പറഞ്ഞത് നടന്നല്ല, ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന ചാക്കോളസ് നിൽക്കുന്ന ഒരു ഫ്ലാറ്റില് ഫെസിലിറ്റി മാനേജറായിട്ട് വർക്ക്. അപ്പൊ അവിടുത്തെ സാറന്മാർ പോലും കോടീശ്വരന്മാരെ താമസിക്കുന്ന ഫ്ലാറ്റാണ്. അവർക്ക് സാറന്മാരൊക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. ഭക്ഷണം കഴിക്കാൻ അതെ, അവർ വന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യും, പാഴ്സലായിട്ട് മേടിച്ചിട്ട് പോവുകയും ചെയ്യും. അപ്പൊ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടൊരു സ്ഥലമാണ്. ഭയങ്കര എന്താ പറയുന്നത്, ഇത്രയും നല്ലൊരു സ്ഥലം, ഇത്രയും നല്ല ഭക്ഷണം. അരൂര് കുമ്പളം റോഡിന്റെ പാലത്തിന്റെ അടിയിൽ അല്ലേ? എന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ലീമെഡിനിൽ വർക്ക് ചെയ്ത സ്റ്റാഫാണ്. അവിടുത്തെ ക്വാളിറ്റി നമുക്ക് അറിയാമല്ലോ. അപ്പൊ ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. ഏറ്റവും ബെസ്റ്റ് ഫുഡ് നമുക്ക് കിട്ടുന്നത്, അതിനകത്ത് യാതൊരു സംശയമൊന്നുമില്ല. നമുക്ക് ആവശ്യത്തിന് കഴിക്കാം. നമ്മൾ കുറച്ചേ കഴിക്കണം, എന്നാൽ പോലും തന്നെ ഇപ്പോൾ ഒരു മീനിന്റെ ഇന്നത്തെ കാലത്ത് മീനിന്റെ ഒക്കെ വിലയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര വില. ഇതാകും ഒരു മീൻ ചാറ്, അച്ചാറ്, ഒരു ക്യാബേജ് തോരൻ, നല്ലൊരു പച്ചടി, 2 റോസ്റ്റ്, വേറെ കുറേ ഉണ്ട്. എല്ലാം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. സാമ്പാറൊക്കെ നല്ല സൂപ്പർ സാമ്പാറൊക്കെ എന്താ പറയുന്നത്, നമ്മൾ കോരി കുടിക്കുക. സാമ്പാറുണ്ടാവും, സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം ഉണ്ടാകാറുണ്ട്. അതിലെ ചാള, ഞണ്ട്, കൊഴുവ, നന്ദൻ, അതുപോലെ എല്ലാം നാടൻ ഭക്ഷണങ്ങളാണ് കിട്ടാറുള്ളത്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയത്. അതുകൊണ്ട് ചൂട് കുറച്ച് കൂടുതലായിട്ട് മാറാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ശരിയാണ്. ഞങ്ങൾ അപ്പുറത്തുനിന്ന് വന്ന് 3 വർഷമായിട്ട് ഇവിടുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ അരൂര് ഏരിയയിൽ നിന്ന് അപ്പുറത്ത് വന്ന് കഴിക്കുകയാണ്. നല്ല സ്പെഷ്യൽ ഫുഡാണ്. എന്ത് സാധനം പറഞ്ഞാലും ഉണ്ടാക്കി തരുകയും നല്ല ടേസ്റ്റ്. എന്താണ് ടേസ്റ്റ് ചെയ്ത് എല്ലാ സാധനവും ഉണ്ട്. ചിക്കനുണ്ട്, എന്ത് സാധനവും. ചിക്കനൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്. ബീഫുണ്ട്, ബീഫാണെങ്കിൽ അടിപൊളിയായിട്ട് വെച്ച് തരും. ഓക്കെ, എല്ലാ ദിവസം വന്ന് കഴിക്കുമോ? എല്ലാ ദിവസം വരും. എല്ലാ ദിവസവും 3 നേരം ഇവിടുന്നാണ്. ഭക്ഷണം കഴിച്ചിട്ട് മലയാള ഭാഷതൻ മാതക ഭംഗി മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി ഉളിയില കരമുണ്ടിൽ തെളിയുന്നു. മലയാള ഭാഷതൻ മാതക ഭംഗി മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലിനി ഉളിയില കരമുണ്ടിൽ തെളിയുന്നു. അത്രയും ഗ്രാമത്തിൽ കഴിക്കാൻ പറ്റിയ ഭക്ഷണമാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് ഭക്ഷണം? നല്ല ഫുഡായിരിക്കും. ആർക്കാണെങ്കിലും വന്ന് നോക്കാവുന്നതാണ്. ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യണം. അതിന് വേണ്ടിട്ട് നിക്കണം. ഇതെന്താ ചേച്ചി കറി? ചെമ്മീനും ക്യാരറ്റും കൂടി അല്ലേ? ഇടിമുളകിട്ട് മെഴുക്ക് വെച്ചില്ല. ഒരു രക്ഷയില്ല മുത്തേ. ഇവിടെ വന്ന് തന്നെ കഴിക്കണം, വേറെ ഒന്നും പറയാനില്ല. പുഴയിലെ ചെമ്മീൻ, നാരൻ ചെമ്മീൻ എന്ന് പറയും. നാരൻ ചെമ്മീൻ കണ്ടത്? ഇത് നാരൻ ചെമ്മീൻ അല്ലേ? പുഴയില ഒരു രക്ഷയില്ല സത്യം. ഇത് കരിമീൻ, ഞണ്ട്. ഞണ്ട് ഇതിവിടെ വന്ന് തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. കാര്യം ചെറിയൊരു കടയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ചേച്ചി തന്നെ അല്ലേ കുക്ക് ചെയ്യണത്? വേറെ 3 മണി വരെ ഉള്ളു കട. അതാണ് 3 മണി അല്ലേ? 3 മണി വരെ ഉള്ളു കട. അപ്പൊ പരമാവധി നിങ്ങൾ ഈ വഴി വന്നിയാണെങ്കിൽ ഇവിടെ കയറി കുമ്പളം പാലത്തിന്റെ അടിയിൽ തന്നെയാണ്. ഇതുണ്ട്, ഈ കരിമീനെ കണ്ടിട്ട് മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിട്ട് ചെയ്യാം. ഈ കരിമീനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് ഇവിടെ നിന്ന് പിടിക്കണോ അല്ലെങ്കിൽ അവിടെ മാർക്കറ്റിൽ പിടിച്ചവര് അവിടെ കമ്പനി കൊണ്ടേ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാ. ചാവാതെ കിട്ടിയ കരിമീനായി.
നല്ല പെട്ടക്കളം കരിമീനാണ്. ഇത് വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയൊക്കെ വെളുത്തുള്ളി ഇട്ടുണ്ടല്ലേ? ഇഞ്ചിയൊക്കെ ഇട്ട് വേപ്പില വറക്കും അത് പൊടിക്കും. ഇതെന്താ മീനാ? അത് വരാലി. റെസിപ്പി പറഞ്ഞു കൊടുക്കല്ലേ? വരാലി. ഇത് വരാലാട്ടാ. ഇതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അതേപോലെ ചേച്ചി ഫുഡ് ഉണ്ടാക്കി. ഇപ്പൊ ഇതെന്താണ്? ചിക്കൻ ചിക്കൻ പെരട്ടി. ചിക്കൻ പെരട്ടി. ഇത് എല്ലാം ഞാൻ തന്നെ കഴിക്കണില്ല, ചേച്ചി ഒന്ന് ടേസ്റ്റ്. അല്ല ഞങ്ങൾ ടേസ്റ്റ് ചെയ്തതാ. അത് അയ്യോ വന്നേ വന്നേ, എല്ലാം ഞാൻ തന്നെ ടേസ്റ്റ് അല്ലേ കഴിച്ച്. ഇതും കൂടി ഇതെന്താ? അത് ബീഫ് ഇത് ബീഫ് ഒലത്തിയത്. നമ്മള് മാത്രം ടേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. കഴിച്ചോ കഴിച്ചോ. പറഞ്ഞോ എന്നിട്ട് പറഞ്ഞാൽ മതിയല്ലേ, ധൃതി പിടിക്കണ്ട. പയ്യെ കഴിച്ചാൽ മതി. ഒരു പറയാനൊന്നുമില്ല, കറി മേടിക്കാൻ തന്നെ ഞാൻ വന്നേക്കണേ. ഇവിടെ അടുത്ത വീടായിട്ട് ഇവിടെ കറി മേടിക്കാൻ അതിന്റെ പ്രത്യേകത വേറെ ആണോ? ഇപ്പൊ കഴിച്ചെന്താണ്? ബീഫ് ബീഫ് ഒലത്തിയത്. ഏത് അറിയണമെങ്കിലും അവന് പറയാൻ അല്ലേ ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പൊ അത് നമുക്ക് ഊണ് കഴിക്കാനിലേക്ക് തുടങ്ങാം അല്ലേ ചേച്ചി? അതിന് വേണം ഈ മീൻകറിയും ഊണിക്കറിന്റെ സ്പെഷ്യലൊക്കെ കൂടാതെ. സ്പെഷ്യൽ കൂടാണ്ട് ഈ മീൻകറി ഉൾപ്പെടെ 60 രൂപ അല്ലേ? 60 രൂപ മുളക്കി കഴിഞ്ഞാൽ ഇതെന്താ? കേര കേരക്കറിയാണ്. സാമ്പാറുണ്ടാവും, കേരള ബീഫും ഉണ്ടാവും, ചോറും ഉണ്ടാവും. 60 രൂപ കൊടുത്താൽ സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം. ചെമ്മീൻ ദോശ എത്രയാണ്? ചെമ്മീൻ റോസ്റ്റ് 60 രൂപ പ്ലേറ്റിൽ ഒരു കൊടുക്കും. പ്ലേറ്റ് ഒരു പ്ലേറ്റിൽ ഇപ്പം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഞണ്ട് എത്ര? ഞണ്ട് റോസ്റ്റ് 150 രൂപ 150 ഒരു ഇത് ഒരു പ്ലേറ്റ്. കരിമീന കരിമീന് പിന്നെ വലിപ്പം അനുസരിച്ച വില ഇടണം. അതെ അല്ലേ? അപ്പൊ ഇപ്പൊ അതിനൊരു 80 രൂപ വാങ്ങിക്കും. 80 രൂപ കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്. വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ എന്തോരം പൈസ മേടിക്കണം. ഇതാകുമ്പോ നമുക്ക് കയ്യിലെ പൈസ ഒരുപാട് നമ്മുടെ പിന്നെ ബീഫ് ഒലത്തിയത് ആ പ്ലേറ്റിന് ഒരു പ്ലേറ്റ് 60 രൂപ. 60 രൂപ. അവിടെ 100 രൂപയാണ് നമ്മുടെ അവിടെയൊക്കെ. ചിക്കൻ റോസ്റ്റ് ചിക്കൻ രാവിലെ ഫുഡിന്റെ കൂടെ ഉണ്ടാക്കും. ഇടിയപ്പം വെള്ളയപ്പം ഒക്കെ ഉണ്ടാക്കണ കൂട്ടത്തിൽ 120 രൂപ മേടിക്കും. ഒരു വലിയ പ്ലേറ്റ് കൊടുക്കും. കുറച്ച് സ്റ്റാഫുമാർ രാവിലെ എന്തൊക്കെയുള്ള? രാവിലെ മുട്ട റോസ്റ്റ് ഉണ്ടാകും, പിന്നെ ചിക്കൻ കറി ഉണ്ടാകും, പിന്നെ ഒരു വെജിറ്റബിൾ കറി എന്തെങ്കിലും എത്ര ഉണ്ടാവും. മണിക്ക് രാവിലെ തുറക്കും? രാവിലെ അങ്ങ് 5:30 തുറക്കും. 5:30 ചായയിൽ തുടങ്ങും. ചായയിൽ തുടങ്ങും. അത് രാവിലെ 5:30 തുടങ്ങും. 3 മണി വരെ ചേച്ചി ഉണ്ടാവും ഇവിടെ അല്ലേ? പിന്നെ വെള്ളയപ്പം ഞങ്ങൾ ഉണ്ടാക്കും, വെള്ളപ്പം പുട്ടുണ്ടാക്കും. പിന്നെ അത്യാവശ്യം ആള് തിരക്കുണ്ടെങ്കിൽ ഇത്തിരി കടി പുറത്തുനിന്ന് വാങ്ങിക്കും. ചെറുകടി ചെറുകടികളല്ല, ഇടിയപ്പം അങ്ങനെ ചെറുകടിയൊന്നുമില്ല. ചെറുകടിയൊന്നുമില്ല. ഇല്ല ഇല്ല. വൈകുന്നേരത്തെ ചായ ഇല്ല, 3 മണി വരെ ഇല്ല. അപ്പൊ എല്ലാവരും വിലയോ തുച്ഛം ഗുണമോ മെച്ചം. അതെ എന്താണ് ഒന്നുകൂടി പറഞ്ഞു. വിലയോ തുച്ഛം ഗുണമോ മെച്ചം. അതെ അതെ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഏതായാലും ചേച്ചിയുടെ കടയിൽ തിരക്കുകളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോ കഴിഞ്ഞ് കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ചേച്ചിയുടെ ഏതായാലും നമുക്ക് ഭക്ഷണം കഴിച്ച് ഒന്നിച്ചിട്ടാ മതി. ഇത് 2 ഇത് നമ്മുടെ മറ്റേ സാധനം. തിരക്ക് തുടങ്ങി. ചേച്ചി തിരക്കിനാണ് തിരക്കുണ്ട കഴിക്കുന്ന ഭയങ്കര തിരക്കുണ്ടാ. അപ്പോഴത്തെ തിരക്ക് ഇപ്പൊ കണ്ടല്ലോ. ഉച്ചക്ക് 1 മണി ആയല്ലോ. അപ്പൊ അതിലൂടെ ഭയങ്കര തിരക്കാണ്. അപ്പൊ മാക്സിമം ആൾക്കാരിൽ നിങ്ങൾ എത്തുക. പിന്നെ വഴി അറിയാൻ പറ്റാത്തവർ ചേച്ചിയുടെ നമ്പർ ഞാൻ ഇതിനകത്തേക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ ആ വഴി അറിയില്ലെങ്കിൽ ആ ചേച്ചിയുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ചേച്ചി വഴി പറഞ്ഞത് കുമ്പളം പാലത്തിന്റെ അടിയിൽ തന്നെ അല്ലേ? അല്ലേ? അരൂര് കുമ്പളം പാലത്തിന് അറ്റത്ത്, അരൂര് കുമ്പളത്തോട്ട് എറണാകുളം ജില്ലയിലോട്ട് കയറണ
ഇറക്കിയിട്ടുണ്ട്. ഇറക്കിയിട്ട് തന്നെയാണ്. അപ്പൊ ഇല്ല അറിയാത്തവര് നമ്പർ വെക്കുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ തെക്കേറ്റം. അറിയാത്തവര് ചേച്ചിയുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ചേച്ചിയുടെ നമ്പർ മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ ചേച്ചിയുടെ പണി നടക്കട്ടെ. ഓക്കെ. അനീഷൂട്ടാ